എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. 38 ഇയേഴ്സ് ആയെന്ന്, അങ്ങനെ മച്ച് അഹെഡ് ഓഫ് ടൈം ആയിരുന്നെന്ന് തോന്നി. പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ റിലീസിനായിട്ട് ബോംബെയിൽ നിന്ന് വന്നതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഇൻസ്പെക്ടർ ബൽറാം എന്ന ഒരു ക്യാരക്ടർ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ദേശക്കാരനായിട്ടുള്ള ഒരു മമ്മൂട്ടിയെ കാണാൻ കിട്ടി. ഇങ്ങനെ ഇപ്പം നമുക്ക് കാണാൻ കിട്ടില്ല. ഭയങ്കര പവർഫുൾ, ഭയങ്കര നമ്മൾ ഇൻവോൾവ് ആയിപ്പോയി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി. എന്നിട്ട് രണ്ട് പടങ്ങൾ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട്, താരാദാസ് ആൻഡ് ബൽറാം ആൻഡ് ഇൻസ്പെക്ടർ ബൽറാം. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇതായിരുന്നു. അത് കാണാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഐ തിങ്ക് കുറച്ച് പ്രൊമോഷനും കൂടെ വേണമായിരുന്നു. അപ്പോൾ ഐ തിങ്ക് നന്നായിട്ട് ഓടും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പടം. അവർ ഭയങ്കര പച്ചക്കാണ് ഡയലോഗൊക്കെ പറയുന്നത്. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കിൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദേഷ്യം പോലെ. ഭയങ്കര പവർഫുൾ ക്യാരക്ടർ. അത് ഇപ്പോഴൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ല നമുക്ക്. എല്ലാവരുടെ ക്യാരക്ടർ, ഗീത ഒക്കെ കാണാൻ എന്ത് രസമാണ് സ്ക്രീനിൽ. നന്നായിട്ട് വന്നിട്ടുണ്ട് പടം. ശരിക്കും നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയിപ്പോയും. നല്ല ടൈറ്റായിട്ടുള്ള സബ്ജക്റ്റാണ്, ഭയങ്കര പവർഫുൾ. ഐ തിങ്ക് ഐ.വി. ശശിയുടെ ഏറ്റവും നല്ല ഒരു പടമായിട്ട്, ബെസ്റ്റ് വർക്കാണ്. അന്നത്തെ ഒരു ജീനിയസ് ലെവൽ തോന്നും. നല്ല പടം. ഐ.വി. ശശിയുടെ പടങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല പടമാണ്. അവനാഴി എന്തായാലും എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അത് കാണാൻ പറ്റിയിട്ടില്ല. പണ്ട് റിലീസായ പടമാണല്ലോ. എന്തായാലും അത് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല ഐ.വി. ശശിയുടെ പടങ്ങൾ എനിക്ക് പണ്ട് പോലെ ഇഷ്ടമാണ്. നല്ല മൂവിയാണ്. കഥാപാത്രങ്ങളായാലും പുള്ളിയുടെ ഡയറക്ഷനായാലും നല്ല ഡെപ്തുണ്ട്. നല്ല വ്യത്യാസങ്ങളുണ്ട്. പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പടം കണ്ടപ്പോൾ ഇതിനകത്ത് ജിമിക്സുകളൊന്നുമില്ല, എഫക്ട്സുകൾ അങ്ങനെയൊന്നുമില്ല. ഒരു ക്യാമറ വെച്ചിട്ട് ആ കഥ എങ്ങനെയാണോ അതുപോലെ തന്നെ പറഞ്ഞിട്ട് പോകും. ഇന്നത്തെ കാലഘട്ടം പറയുമ്പോൾ കഥ മാറി, കഥയില്ല, ക്യാമറ വർക്കും കുറച്ചുകൂടെ എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളുള്ളൂ. എന്തായാലും നല്ല പടമാണ് അവനാഴി. എല്ലാവരും കാണേണ്ട പടമാണ്. പിന്നെ ഈ ഐ.വി. ശശിയുടെ കയ്യിൽ ഇണയൊക്കെ ആയാലും ഒന്നും കൂടെ റിലീസ് ചെയ്യണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും ഇത് റിലീസ് ചെയ്തല്ലോ. രസമായിട്ടുണ്ട്. ഒരു 10-39 വർഷം മുമ്പ് ഈ പടം ഞാൻ കണ്ടതാണ്. അന്നത്തെ അതുപോലെ തന്നെ രസമായിട്ട് മമ്മൂട്ടി നല്ല സ്റ്റൈലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സൗണ്ട് സിസ്റ്റത്തിലും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് മമ്മൂട്ടിയും ഗീതയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമായിട്ട് ഈ പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. സൗണ്ടിങ് ഒക്കെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും നല്ല സൗണ്ടും എല്ലാ ലൈറ്റും ഒക്കെ നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. സാധനം നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു. അവനാഴി കണ്ടിറങ്ങിയ ഫീലാണ്. കാര്യം 38 വർഷം ശേഷമുള്ള പടം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഓർമ്മയുള്ളൂ. എനിക്ക് ചില സീൻസൊക്കെ ഓർമ്മ ശരിക്കും വരുന്നുള്ളൂ. എങ്കിലും അത് അന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത കുറേ രംഗങ്ങളുടെ ആംബുലൻസ് വരുന്നതും ഒക്കെ ആയിട്ട് നല്ല ഓർമ്മയുണ്ട്. ഈ മമ്മൂക്കയെ നമ്മൾ സൂപ്പർ താരം, മെഗാതാരം എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്നാണ് തുടക്കം. അവനാഴിയിൽ നിന്നാണ് ന്യൂഡൽഹി അവനാഴിയൊക്കെയാണ് അദ്ദേഹത്തിന് ആ ഒരു പദവി നേടിക്കൊടുത്തത്. വളരെയധികം ശരിക്കും നിങ്ങളൊക്കെ കണ്ടവരല്ലേ, ശരിക്കും 2.5 മണിക്കൂർ ത്രില്ലിങ് അടിച്ച് ഒരു ലാഗും ഇല്ല. അതിനകത്ത് നമ്മളെ കഥയിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. എനിക്ക് തോന്നുന്ന ശക്തമായ തിരക്കഥ ടി ദാമോദരൻ്റെ. പിന്നെ ഐ.വി. ശശി എന്ന സംവിധായകനെ പറയാൻ, ഞാൻ പുള്ളിയുടെ ഒട്ടുമിക്ക ചിത്രങ്ങൾ റിസർച്ച് ചെയ്ത് കാണാറുണ്ട്. പഴയ ചിത്രങ്ങൾ, ആൾക്കൂട്ടത്തിൽ തന്നെ ആരൂഢം, അനുബന്ധം എല്ലാം ഞാൻ മാക്സിമം കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംവിധായകനാണ്. വേറൊന്നുമല്ല, ഒരു 100 ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഒരു ഫ്രെയിമിൽ നിർത്തി കഥ പറയാൻ പറ്റുന്നൊരു സംവിധായകനാണ് ഐ.വി. ശശി. ഒരു കിങ് മേക്കറാണ്. പിന്നെ ശ്യാമിൻ്റെ മെലഡി, ഭയങ്കരമായിട്ട് പശ്ചാത്തല സംഗീതം, CBI ഡയറക്ടറിലൊക്കെ ആ മെലഡി ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഐ.വി. ശശി ഈ ഒരു കോംബോ ആണ്. ടി ദാമോദരൻ, MD വാസുദേവൻ നായർ ചില സമയത്ത് സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ടാവും ഐ.വി. ശശി. അതുപോലെ ഈ ശ്യാമിൻ്റെ മ്യൂസിക്, ഇതൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് പടം. എനിക്ക് ആവനാഴി ഒരു മച്ചൂർ മൂവിയാണ്. ഇന്നത്തെ തലമുറ ഇത് കണ്ടിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് പിന്നെ അഭിനേതാക്കൾ മമ്മൂട്ടി സീമ കോമ്പിനേഷൻ ധാരാളം ചിത്രം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു ശക്തമായ കഥാപാത്രമാണ് സീമയുടെ. അതുപോലെ ഗീത, നളിനി, പിന്നെ അവരുടെയൊക്കെ തന്നെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു സ്പേസ് കൊടുത്തിരിക്കുക ടി ദാമോദരൻ. പിന്നെ സുകുമാരൻ, പിന്നെ ഏറ്റവും ഉപരി ആ വില്ലൻ സത്യരാജ്. ഒരു നല്ലൊരു വില്ലൻ ഉണ്ടെങ്കിൽ നായകൻ കടപിടിക്കുള്ളൂ എന്ന് പറഞ്ഞ സത്യമാണ്. സത്യരാജിൻ്റെ ആ ഒരു പെർഫോമൻസ്, മമ്മൂക്കയുടെ പെർഫോമൻസും കൂടെ വന്നപ്പോൾ 2 കോംബോയും കൂടെ വർക്ക് ചെയ്തപ്പോൾ ശരിക്കും
കിളി പോയതോ പടം കേട്ടു. നല്ല നല്ല ത്രെഡ്. ഇന്നത്തെ കാലത്തും കണ്ടിരിക്കാൻ പറ്റുന്നൊരു ചിത്രം. അത് പണ്ട് ചെയ്തതാണെന്ന് ആലോചിക്കുമ്പോഴേ അന്ന് ശരിക്കും എനിക്ക് ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊന്നും അന്ന് നിലവിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഫോട്ടോസ്റ്റാറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പടത്തിൽ. ഒരു പഴയ പടം കാണുന്ന ഫീലില്ല അത് കണ്ടിട്ട്. എൻ്റെ അടുത്തിരുന്ന ആൾക്കാരും പറഞ്ഞു ഇന്നാ ഫീലാ പടം എന്ന് പറയുന്നത്. ശരിക്കും ആവനാഴി ഒരു നല്ല വാച്ചുള്ള മൂവിയാണ്. എന്തായാലും നിങ്ങളെല്ലാം പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക. അതിന് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഇപ്പം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് PR ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. കാര്യം ആ ഒരു അന്നത്തെ മൂവിയിൽ നമ്മളൊന്നും ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടില്ല അതിൽ PR ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ പുതിയ പതിപ്പിൽ. അത് വളരെയധികം ഒരു എന്താ പറയുക ദൈവാധീനം. ഓക്കെ, ഇത് ഒരു 7-8 മാസമായി ഈ പടത്തിൻ്റെ പോർക്കലായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ വർക്ക് ഇപ്പം ബോംബെ ചെന്നൈയിലാണ് വർക്ക് നടത്തി. മാക്സിമം പടം 86-ൻ്റെ പടമാണ്. മാക്സിമം ഹൈ ക്വാളിറ്റിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പടം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഡോൾബി അറ്റ്മോസ്ഫിയർ ചെയ്തിട്ടുണ്ട്. 7.1 ഉണ്ട്, 5.1 ഉണ്ട്. മാക്സിമം ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ വേണ്ടി അത് മാക്സിമം ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്താണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് ക്വാളിറ്റി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത്. 7 മാസം മേലെ ഇതിൻ്റെ നമുക്ക് ക്വാളിറ്റി ചെയ്യാൻ വേണ്ടി പിടിച്ച്. നമ്മൾ പക്ക 4K ക്വാളിറ്റി ഇല്ല, പക്ഷേ നമുക്ക് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി നമുക്ക് കാണാൻ വേണ്ടി വ്യത്യാസം ക്വാളിറ്റി നമ്മൾ ഇതിൻ്റെ അവനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൗണ്ടാണ് പടത്തിൻ്റെ.